ഇന്നലെ ഇന്ത്യൻ കാത്തലിക് പ്രസ് അസോസിയേഷൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ പ്രസിഡൻ്റ് ഒരു മുന്നറിയിപ്പ് തന്നിരുന്നു. പ്രസിഡൻറ്റിനെ സ്വയം ഒരു വൈദികനാണെന്ന് പരിചയപ്പെടുത്തിയിട്ട് പറ്റിക്കാൻ ശ്രമിച്ചു. ഓൺലൈൻ തട്ടിപ്പാണ്. പ്രസിഡൻ്റ് കാര്യങ്ങൾ പെട്ടെന്ന് കത്തിയപ്പോൾ കോൾ ഡിസ്കണക്ട് ചെയ്തു. അപ്പോൾ ഇങ്ങനൊരു അപകട മുന്നറിയിപ്പ് പോസ്റ്റ് ചെയ്തു പ്രസിഡൻറ്റ്. അത് കഴിഞ്ഞപ്പോൾ ആ ഗ്രൂപ്പിലെ പല ആൾക്കാരും അവർക്കുണ്ടായ അനുഭവങ്ങൾ ഇങ്ങനെ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അവരെ പലരും വിളിച്ചിട്ട് അച്ഛനെന്ന് സ്വയം പരിചയപ്പെടുത്തി പൈസ ചോദിച്ച സംഭവം അവരും പോസ്റ്റ് ചെയ്തു. അപ്പം അതിലൊരു ഗ്രൂപ്പ് അംഗം ഇട്ട പേരിങ്ങനെയാണ്, ആ ഫ്രോഡ് ഫാദർ എന്നെയും വിളിച്ചിരുന്നു. ഫ്രോഡ് ഫാദർ. ഇന്നത്തെ ഗോസ്പലിൽ ഈശോ ഈ ഫ്രോഡ് ഫാദേഴ്സിനെ കുറിച്ച് പറയാം. ഫ്രോഡ് ഫാദേഴ്സ് എന്ന് പറഞ്ഞാൽ അത് അച്ഛന്മാരിൽ മാത്രമല്ല, നമ്മളെ സംരക്ഷിക്കേണ്ട ഏത് മേഖലയിലും ഇങ്ങനെയുള്ള ഫ്രോഡ് ഫാദേഴ്സ് ഉണ്ടാവും. അത് പൊളിറ്റീഷ്യനാവും, പോലീസാവും, ഡോക്ടറാവും, ടീച്ചറാവും, എല്ലാ മേഖലയിലും ഇങ്ങനെ കള്ളന്മാരുണ്ട്, വ്യാജന്മാരുണ്ട് എന്നുള്ളതാണ്. റെവലേഷൻ എന്ന് പറഞ്ഞൊരു കൊറിയൻ സിനിമ ഉണ്ട്. അതിൻ്റെ അകത്തൊരു പാസ്റ്റർ, ആ പാസ്റ്ററിൻ്റെ പള്ളിയിൽ ഒരു കുട്ടി കിഡ്നാപ്പ് ചെയ്യപ്പെടുക, 14 വയസ്സുള്ള പെൺകുട്ടി. അന്ന് രാത്രി ഈ പാസ്റ്റർ എല്ലാവരും വിളിച്ചുകൂട്ടി പ്രാർത്ഥിക്കുകയാണ്. ഇദ്ദേഹം കോട്ട് ചെയ്തത് നിയമാവർത്തനം 24 അധ്യായം 7 വാക്യമാണ്. ആരെങ്കിലും തൻ്റെ ഇസ്രായേൽ സഹോദരനെ മോഷ്ടിച്ച് അടിമയാക്കുകയോ വിൽക്കുകയോ ചെയ്താൽ അവനെ വധിക്കണം. അങ്ങനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് ആ തിന്മ നീക്കിക്കളയണം. ഇത് കോട്ട് ചെയ്തിട്ട് അദ്ദേഹം പ്രാർത്ഥിക്കുന്നത് ഈ കുഞ്ഞിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയല്ല, ഈ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയ കിഡ്നാപ്പർ നശിച്ചു പോകണമെന്നാണ്. ആ കമ്മ്യൂണിറ്റി മുഴുവൻ ഇങ്ങനെ അല്ലേലൂയ പറഞ്ഞിങ്ങനെ കഠിനമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്ത് പ്രാർത്ഥിക്കാതെ കരഞ്ഞുകൊണ്ട് ഞെട്ടലോടിയിരിക്കുന്നത് ഈ കിഡ്നാപ്പ് ചെയ്യപ്പെട്ട കുട്ടിയുടെ അമ്മ മാത്രമാണ്. ഈ പാസ്റ്റർ ഒരു ഫ്രോഡ് ഫാദറാണ്. കാരണം വചനം എടുത്തു വെച്ചിട്ട് നശിപ്പിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഈശോ ഒന്ന് കൃത്യമായിട്ട് മുന്നറിയിപ്പ് നൽകുന്നത് എങ്ങനെയാണ് ഈ വ്യാജപ്രവാചകന്മാരെ തിരിച്ചറിയാൻ പറ്റുന്നത്. അവരുടെ ഫലം നിങ്ങൾ നോക്കിയാൽ മതി. യു ലുക്ക് ഫോർ ജീസസ് ഇൻ ദം. അവരുടെ ജീവിതത്തിൽ, അവരുടെ പ്രസംഗത്തിൽ, അവരുടെ വാക്കുകളിൽ ക്രിസ്തു കൊണ്ടെന്ന് നോക്കും നിങ്ങൾ. ക്രിസ്തുവിനെതിരായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും ഫ്രോഡാണ്. ഗലേഷ്യൻസ് 5:22-23 വാക്യങ്ങൾ. എന്നാൽ ആത്മാവിൻ്റെ ഫലങ്ങൾ സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം ഇവയാണ്. ഇവയ്ക്കെതിരായി ഒരു നിയമവുമില്ല. ഇവയ്ക്കെതിരായിട്ടുള്ള ഏതെങ്കിലും ഒന്നാണ് ഒരാളുടെ വായിൽ നിന്ന് വരുന്നതെങ്കിൽ അവരേത് കുപ്പായമിട്ടവരായിക്കൊള്ളട്ടെ, അവർ ഫ്രോഡ് ഫാദേഴ്സാണ്. കാരണം അവർ ക്രിസ്തു ഇല്ല.